ഭാരതത്തിൽ പ്രദർശനാനുമതി നിഷേധിച്ച സിനിമ പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി പാലക്കാട് ജില്ലാ ലൈബ്രറി. സന്തോഷ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ സിനിമയാണ് പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി ഫിലിം സൊസൈറ്റി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ലൈബ്രറി സെമിനാർ ഹാളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. സന്ധ്യാസൂരി രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന സിനിമയ്ക്ക് കഴിഞ്ഞ ജനുവരിയിലാണ് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചത്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. നിഖില്, ഭാരതത്തിൽ പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുള്ള ഒരു സിനിമ, ആ സിനിമയുടെ പ്രദർശനത്തിനാണ് പാലക്കാട് ജില്ലാ ലൈബ്രറി ഒരുങ്ങുന്നത്. പാലക്കാട് ജില്ലാ ലൈബ്രറിയിലെ ഫിലിം സൊസൈറ്റിയാണ് ഇത്തരത്തിലൊരു സിനിമയുടെ പ്രദർശനത്തിന് വേണ്ടി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇവർ പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ച, ഭാരതത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള, അതാണ് പൊതുമധ്യത്തിൽ ഈ സിനിമയെ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് ലൈബ്രറിയിലെ സെമിനാർ ഹാളിലാണ് ഈ സന്തോഷ് എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, ഈ സിനിമ നേരത്തെ ഈ ജനുവരി മാസത്തിൽ ഇതിൻ്റെ ഈ ഭാരതത്തിലെ പ്രദർശനത്തിന് വേണ്ടി ഇവർ സെൻസർ ബോർഡിനെ സമീപിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും സന്ധ്യാസൂരി എന്നുള്ളൊരു സംവിധായകയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നിർവഹിച്ചിരിക്കുന്നത്. ഒരു ഗുഡ് ചാവോസ് എന്നിട്ടുള്ള UK ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ചിത്രമായതുകൊണ്ട് തന്നെ ഇത് കണ്ടു നോക്കിയതിന് ശേഷം ഇതിന് പ്രദർശനാനുമതി നോക്കുന്ന സമയത്ത് ഈ സെൻസർ ബോർഡിന് മനസ്സിലായത് ഇതിൽ പലതരത്തിൽ ഭാരതത്തിലെ പോലീസിങ്ങിനെയും മറ്റുമൊക്കെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ജാതീയതയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും ഒക്കെ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ബോധപൂർവം ഭാരതത്തെ അവഹേളിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ സിനിമയുടെ പല ഭാഗത്തും ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഭാഗങ്ങൾ ഇതിൽ നിന്ന് നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം സെൻസർ ബോർഡ് ഈ സിനിമയുടെ സംവിധായകയ്ക്കും അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർക്കുമൊക്കെ മുന്നിൽ വെച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിനവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഏത് ഭാഗങ്ങളും അതിൽ നിന്ന് മാറ്റാൻ തങ്ങൾ തയ്യാറല്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടെയാണ് സെൻസർ ബോർഡ് ഭാരതത്തിൽ ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത് എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ ഭാരതത്തിൽ പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുള്ള ഒരു ചിത്രം, ആ ചിത്രത്തെയാണ് പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ പാലക്കാട് ജില്ലാ ലൈബ്രറിയിലെ സെമിനാർ ഹാളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇത്തരത്തിൽ സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഭാരതത്തിൽ പ്രദർശിപ്പിക്കരുത്, ഭാരതത്തിൻ്റെ പോലീസിങ്ങിനെ ഉൾപ്പെടെ മോശമായി ചിത്രീകരിക്കുന്നു, ഭാരതത്തിൽ ജാതീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും സ്ത്രീകളെയും മറ്റുമൊക്കെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ചിത്രത്തിന് പ്രദർശനാനുമതി സെൻസർ ബോർഡ് നിഷേധിക്കുമ്പോൾ ആ സിനിമ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പൊതുസ്ഥലത്ത് ഈ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് വലിയ ചോദ്യമായിട്ട് ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പാലക്കാട് ജില്ലാ ലൈബ്രറിയിലെ ഹാളിൽ, സെമിനാർ ഹാളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ സംഘാടകരുമായി ബന്ധപ്പെട്ടിരുന്നു, എങ്ങനെയാണ് ഇത്തരമൊരു സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് ഭാരതത്തിൽ ഈ ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുണ്ടോ എന്ന തരത്തിൽ തിരിച്ച് നമ്മളോട് ചോദിക്കുകയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഈ സിനിമയ്ക്ക് ഭാരതത്തിൽ ഈ പ്രദർശനാനുമതി നിഷേധിച്ചത് വലിയ വാർത്തകളായിരുന്നു. ഇന്നും നമുക്ക് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് അന്ന് പ്രദർശനാനുമതി നിഷേധിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ വിവരങ്ങൾ ഉണ്ട് എന്നിരിക്കുകയാണ് ഇത്തരം ഒരു സിനിമ ഒരു പൊതുമധ്യത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്കില്ലേ ശരി അരുൺ, ഭാരതത്തിൽ പ്രദർശനാനുമതി നിഷേധിച്ച സിനിമ പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി പാലക്കാട് ജില്ലാ ലൈബ്രറി. സന്തോഷ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ സിനിമയാണ് പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി ഫിലിം സൊസൈറ്റി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.